الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാം നേരത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ് റമളാൻ മാസം സമാഗതമായാൽ റമളാനിനെ സംബന്ധിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച്, നോമ്പിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചെല്ലാം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഈ ഉമ്മത്തിലെ അഇമ്മത്തുകളും പണ്ഡിതന്മാരുമെല്ലാം റമളാൻ മാസം സമാഗതമായാൽ റമളാനിൻ്റെ ശ്രേഷ്ഠതകളും നോമ്പിൻ്റെ വിധിവിലക്കുകളും സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് തന്നെ നാമും റമളാനിൻ്റെയും അതേപോലെ തന്നെ നോമ്പിൻ്റെയും ചില ശ്രേഷ്ഠതകൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതകളിലൊന്ന് പരിശുദ്ധ ഖുർആൻ ആ മാസത്തിൽ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടല്ല റമളാൻ മാസത്തിന് ശ്രേഷ്ഠത ഉണ്ടായിട്ടുള്ളത്, മറിച്ച് റമളാൻ മാസത്തിൽ അള്ളാഹു ഖുർആനിനെ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കാരണം ലൈലത്തുൽ ഖദ്റാണ് റമളാനിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകത അത് റമളാനിലാണ്. അതുകൊണ്ട് തന്നെ റമളാനിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് റമളാനിന് ശ്രേഷ്ഠത നൽകപ്പെട്ടതല്ല. പരിശുദ്ധ ഖുർആൻ ശഅബാൻ മാസത്തിലായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ആ ശ്രേഷ്ഠത ഉണ്ടാവുകയില്ല. കാരണം ലൈലത്തുൽ ഖദ്ർ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് പൂർവ്വവേദങ്ങളെല്ലാം തന്നെ റമളാനിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അഥവാ നമുക്ക് പേരെടുത്ത് പറയപ്പെട്ട തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഈ ഗ്രന്ഥങ്ങളൊക്കെ റമളാനിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു മാസത്തിൻ്റെ ശ്രേഷ്ഠതയെ, പവിത്രതയെ അത് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം പിന്നീട് പറയുന്നത്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഹാജറുള്ളവർ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കട്ടെ. അപ്പോൾ അതൊരു നിർബന്ധത്തിൻ്റെ കൽപ്പനയാണത്, നിർബന്ധമാണത്. ഫലിയസും, അവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ്, ഐച്ഛികമായ നോമ്പുമുണ്ട്, നിർബന്ധമായ നോമ്പുമുണ്ട്. പക്ഷേ നിർബന്ധമായ നോമ്പ് നിശ്ചയിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് റമളാൻ മാസത്തെയാണ്. അതും അതിൻ്റെ പ്രത്യേകതയാണ്. മറ്റു മാസങ്ങൾ അല്ലാഹു തിരഞ്ഞെടുത്തില്ല. അതിനു മുമ്പ് മുഹറം മാസത്തിലെ നോമ്പ് നിർബന്ധമായിരുന്നു. പക്ഷേ റമളാനിൽ അല്ലാഹു അത് ഒരു മാസം മുഴുവൻ നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടപ്പോൾ മുഹറം മാസത്തിലെ നോമ്പ് ഐച്ഛികമായ നോമ്പിലേക്ക് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് റമളാനിനെ അല്ലാഹു ആ നിലക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ നിർബന്ധമായ നോമ്പ് റമളാൻ മാസത്തിൽ അല്ലാഹു തിരഞ്ഞെടുത്തു എന്നത് പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാകുന്നു. അത് വൻ പാപങ്ങളെ സംബന്ധിച്ചല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹദീസിൽ അത് പ്രത്യേകം വന്നിട്ടുണ്ട്. ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. വൻ പാപങ്ങൾ, ഉദാഹരണത്തിന് വ്യഭിചാരം, മദ്യപാനം, പലിശ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പേരിൽ പരദൂഷണം പറയൽ, കളവ് പറയൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വൻപാപങ്ങളുണ്ട്. ആ വൻപാപങ്ങളൊക്കെ പൊറുക്കപ്പെടണമെങ്കിൽ പ്രത്യേകം തന്നെ തൗബ ചെയ്യണം.
അതിന് റമളാനാവാൻ കാത്തു നിൽക്കാൻ പാടില്ല. മറിച്ചു വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ. ആരെങ്കിലും ഒരു നീചവൃത്തി, ഒരു തെറ്റായ കാര്യം ചെയ്താൽ ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർക്കുകയും ഉടനെ തന്നെ തൗബ ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുകയും വേണം എന്നാണ്. അപ്പോൾ അതാണ് വൻപാപങ്ങളുടെ അവസ്ഥ. എന്നാൽ ചെറിയ പാപങ്ങൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ മായ്ക്കപ്പെടും. 5 വക്ത് നമസ്കാരം, അതേപോലെ തന്നെ വുളു എടുക്കുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ, ഇതേപോലെയുള്ള ഒരുപാട് കർമ്മങ്ങളിലൂടെ നമ്മുടെ ചെറിയ പാപങ്ങൾ മായ്ക്കപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഒരു വർഷത്തെ മുഴുവൻ ചെറിയ പാപങ്ങളും കഴുകിക്കളഞ്ഞ് തൗബ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അയാൾ തൗബ ചെയ്യും. അങ്ങനെ വൻ പാപങ്ങളിൽ നിന്നും ചെറിയ പാപങ്ങളിൽ നിന്നുമെല്ലാം കഴുകി ശുദ്ധിയാകാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ റമളാൻ മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 4-മത്തത് സഹിഹായ മറ്റൊരു ഹദീസിൽ വന്നതുപോലെ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിൽ ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ, ഖിയാമുൽ ലൈലാണ് ഉദ്ദേശം, ഈ രാത്രി നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ ഒരു എളുപ്പമാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അത് ചെയ്യുക എന്ന അർത്ഥത്തിലല്ല, എല്ലാവരും ഒരുപോലെയല്ല, എന്നാൽ എല്ലാ വിശ്വാസികൾക്കും പങ്കാളികളാവാൻ പറ്റുന്ന, രാത്രിയിൽ സുദീർഘമായി നമസ്കരിക്കാൻ ഖുർആനിൽ ഒരുപാട് ഹിഫ്ളുള്ള ആളുകൾക്കും ആ നിലക്കുള്ള തൻ്റെടവും ഈമാനിൽ വലിയ വർധനവുള്ള ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സാധാരണക്കാരായ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും എല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് തറാവീഹ് നമസ്കാരം, പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത്. അത് പൂർണ്ണമായും ഇമാമിൻ്റെ കൂടെ, വിത്രടക്കം ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇമാം പിരിയുന്നത് വരെ ഇമാമിൻ്റെ കൂടെ ആരെങ്കിലും തറാവീഹ് നമസ്കരിച്ചാൽ ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കുക, അതെത്ര ദൈർഘ്യം കുറഞ്ഞതാണെങ്കിലും ശരി, അത് എത്ര ദൈർഘ്യം കുറഞ്ഞതാണെങ്കിലും ശരി, ഒരു ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി സത്യവിശ്വാസികൾ പള്ളിയിൽ വെച്ച് അത് നിർവഹിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. 5-മതൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅതു ഇലൽ ജുമഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിറ. 5 വക്ത് നമസ്കാരം, 2 ജുമഅകൾക്കിടയിലുള്ള സന്ദർഭങ്ങൾ, 2 റമളാൻ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അവയ്ക്കിടയിലുള്ളതിനെയെല്ലാം അത് മായ്ച്ചു കളയുന്നതാണ്. ഇദജ്തനബൽ കബായിറ. നോക്കൂ, അതാണ് വൻ പാപങ്ങൾ അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അവിടെ കണ്ടീഷൻ അതാണ്, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ ഇതൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾക്ക് ചെറിയ പാപങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുക, എല്ലാം മായ്ക്കപ്പെട്ടു. കാരണം 2 ജുമകൾക്കിടയിലുള്ളത് മായ്ക്കപ്പെടുന്നതാണ്, 5 വക്ത് നമസ്കാരത്തിനുള്ളത് മായ്ക്കപ്പെടുന്നതാണ്. എന്നാൽ വൻ പാപങ്ങൾ അയാളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വൻ പാപങ്ങളുടെ ശക്തിയെ അള്ളാഹു കുറയ്ക്കുന്നതാണ് എന്നാണ്, അതിൻ്റെ തിന്മയുടെ ശക്തിയെ അള്ളാഹു കുറയ്ക്കുന്നതാണ്. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും, അഥവാ ഒരു തൗബയുടെ മനസ്സോടുകൂടി ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, ഒരു തൗബയുടെ മനസ്സോടുകൂടി ഒരാൾ രാത്രി നമസ്കരിച്ചാൽ, അവിടെ ആ തൗബയുടെ നിയ്യത്തുകൂടി ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ റമളാനിലെ ദിവസങ്ങൾ അയാൾക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അത് കൂടുതൽ ഫലപ്രദമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 6-മത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. ബഅദ മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു. ഒരു റമളാൻ മാസം കിട്ടിയിട്ടും തങ്ങളുടെ പാപങ്ങൾ ഒരാൾക്ക് പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ചാൻസാണ് റമളാൻ മാസം. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. അതൊരു വലിയ ആശ്വാസമാണ്. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, എണ്ണപ്പെട്ട ദിവസങ്ങൾ, അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അയ്യാമൻ മഅദൂദാത്ത്, അവിടെ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പ്രയാസം തോന്നണ്ട എന്നുള്ള നിലക്ക് അള്ളാഹു ഉപയോഗിച്ച പദം പോലും നമുക്ക് മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്,
മതത്തിൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. ഉപയോഗിക്കപ്പെടുന്ന പദങ്ങൾ പോലും ആശ്വാസം നൽകുന്നതാണ്. അയ്യാമം മഅദൂദാത്ത്, വളരെ കുറഞ്ഞ ദിവസങ്ങൾ. അപ്പോൾ ആ കുറഞ്ഞ ദിവസങ്ങളിലെ പകലിലെ നോമ്പ്, രാത്രിയിലെ നമസ്കാരമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അത് ലഭിച്ചിട്ടും ഒരാൾ റമളാനിനെയും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനാണ്? അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്തു എന്നാണ്. കാരണം അവർക്കെതിരിലുള്ളൊരു പ്രാർത്ഥനയാണിത്. നോക്കൂ നിങ്ങൾ, അനുകൂലമായ പ്രാർത്ഥനയല്ല, ഇത് എതിരിലുള്ളൊരു പ്രാർത്ഥനയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ് ആമീൻ പറഞ്ഞത്. അത് ഉത്തരം നൽകപ്പെടാതിരിക്കില്ല. നമ്മൾ ഭയപ്പെടണം ആ പ്രാർത്ഥനയെ. അതുകൊണ്ട് തന്നെ റമളാൻ ഇതാ വന്നെത്തിയിരിക്കുന്നു. കുറഞ്ഞ ദിവസങ്ങളാണ്. അതിനെ പരിപൂർണമായും വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റമളാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്നതാണ്. ഖുതുബയിൽ അത് വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതേപോലെ തന്നെ എട്ടാമത്തത് വഗുല്ലിഖത് അബ്വാബു ജഹന്നം. നരകത്തിൻ്റെ വാതിലുകളെല്ലാം അടക്കപ്പെടുന്നതാണ്. എന്താണ് അതിൻ്റെ പൊരുൾ? നാം ഖുതുബയിൽ മനസ്സിലാക്കി, അതും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. വസുൽസിലത്തി ഷയാത്തീൻ, മറ്റൊരു റിവായത്തിൽ വസുഫിദത്തി ഷയാത്തീൻ, പിശാചുക്കളെല്ലാം കെട്ടിയിടപ്പെടുന്നതാണ്. പിശാചുക്കൾ കെട്ടിയിടപ്പെടുക എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിശാചിനെ കെട്ടിയിടുന്നതാണോ? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പോക്കിരികളെല്ലാം കെട്ടിയിടപ്പെടുന്നതാണ്. എന്നാൽ അതല്ലാത്തവർ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പിശാച് മനുഷ്യവേഷത്തിൽ വരുന്നത് റമളാൻ മാസത്തിലാണ്. അപ്പോൾ പിശാചിനെ കെട്ടിയിട്ടിരുന്നെങ്കിൽ, അക്ഷരാർത്ഥത്തിൽ കെട്ടിയിട്ടിരുന്നെങ്കിൽ ആ പിശാച് അവിടെ വരുമായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ വേഷത്തിൽ വന്നു. പക്ഷേ ആ പിശാച് കുറച്ച് മയമുള്ള ആളായിരുന്നു എന്നാണ് പിന്നീടുള്ളതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം മൂന്നാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, എന്നെ റസൂലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത്, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാചുക്കൾ നിൻ്റെ അടുക്കലേക്ക് അടുക്കുകയില്ല. അപ്പോൾ അതൊരു പോക്കിരിയായ ശൈത്താനായിരുന്നെങ്കിൽ ഒരിക്കലും അവനിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ അതിൻ്റെ താഴെയുള്ള ആളായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യം. കാരണം പിശാചിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കാര്യം പിശാച് തന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, അവിടെ പിശാചിനെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളൊന്നും വിശ്വാസികളുടെ അടുക്കൽ ഫലപ്പെടാത്തതാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ അലസതയും മടിയും മാറ്റിവെച്ച് എല്ലാ ഇബാദത്തുകളിലും ആളുകൾ മുഴുകുന്നു, ജമാഅത്തുകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നു, പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നു, മറ്റു തിന്മകളിലേക്കൊന്നും പോവാതിരിക്കുന്നു. പ്രകടമാണ് ആ റമളാൻ മാസത്തിലെ വിശ്വാസികളുടെ മാറ്റം. അത് പിശാചിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കാത്തത് കൊണ്ടാണ്. ഇതും വളരെ വമ്പിച്ച ഒരു റഹ്മത്താണ്. മാത്രമല്ല, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് അബ്വാബുർ റഹ്മാൻ എന്നാണ്. കാരുണ്യത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും. അത് വമ്പിച്ചൊരു കാര്യമാണ്. അബ്വാബുസ്സമ എന്ന് മറ്റൊരു റിവായത്തിലുണ്ട്. അഥവാ നമ്മുടെ അമലുകളൊക്കെ ഉയർന്നു പോവുകയും തൗഫീക്കുകൾ താഴോട്ടിറങ്ങുകയും ചെയ്യുന്നതാണ്. ആകാശത്തിൻ്റെ ഒരു വാതിൽ തുറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഒന്ന് നമ്മുടെ അമല് ഉപരിലോകത്തേക്ക് ഉയർന്നു പോകും. രണ്ടാമത്തത് തൗഫീക്കും റഹ്മത്തും അവിടുന്ന് താഴോട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഈ നിഅമത്തുകളെല്ലാം യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വിശ്വാസികളിൽ നിന്ന് ഇഖ്ലാസും ഈമാനും പ്രകടമാകുമ്പോഴൊക്കെ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. അതാണ് ഈമാനൻ വഹ്തിസാബൻ. ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി രാവും പകലും വിശ്വാസികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നിശ്ചയം തൗഫീഖിൻ്റെ കവാടങ്ങളും റഹ്മത്തിൻ്റെ കവാടങ്ങളും തുറക്കപ്പെടുകയും ചെയ്യും. അതാണ് അവ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് ഉലമാക്കൾ അതിൽ നിന്ന് ഫായിദ പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പത്താമത്തത്, വിളിച്ചു പറയുന്ന ഒരാൾ എന്നും വിളിച്ചു പറയുമെന്നാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ ഉദ്ദേശിക്കുന്നവനെ മുന്നോട്ട് വരൂ, തിന്മ ഉദ്ദേശിക്കുന്നവരെ കുറവ് വരുത്തൂ. ഇങ്ങനെ ഒരാൾ വിളിച്ചു പറയുന്നതാണ്. ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമുക്ക് എന്താണ് അതിൽ നേട്ടം? അവിടെ പണ്ഡിതന്മാർ പറയുന്നത് തീർച്ചയായും ഈമാനുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനം തന്നെയാണ് എന്നാണ്. അഥവാ മലക്കുകളുടെ ആ ഒരു പ്രചോദനം നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യും. ഏതുപോലെ പിശാച് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത് എങ്ങനെയാണോ ഒരാൾക്ക് അനുഭവപ്പെടുന്നത്, അതേപോലെ മലക്കുകളുടെ നന്മയിലേക്കുള്ള പ്രചോദനം നമുക്ക് ഉപകാരപ്പെടും. ഹഫളത്തിൻ്റെ മലക്കുകളും നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ,
ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ മിത്രങ്ങൾ ഞങ്ങളാണ് എന്ന് മലക്കുകൾ പറയുന്ന ഒരു രംഗമുണ്ട് മരിക്കുന്ന സമയത്ത്. അപ്പോൾ ദുനിയാവിൽ എങ്ങനെയായിരുന്നു അവർ വലിയകളായത്? വലിയ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ എന്നാണ്. നന്മയിലേക്ക് പ്രചോദനം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നന്മയെ പ്രത്യേകം പ്രേരിപ്പിച്ചുകൊണ്ടും തിന്മയിൽ നിന്ന് പ്രത്യേകം വിലക്കിക്കൊണ്ടുമുള്ള മലക്കുകളുടെ ആശീർവാദങ്ങളും പ്രേരണകളും പ്രാർത്ഥനകളും പരിശുദ്ധ റമളാൻ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11-ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലില്ലാഹി ഉതഖാ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. റമളാനിൻ്റെ എല്ലാ രാത്രിയിലും നരകമോചനം ലഭിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിന് കാരണമായി തീരുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ, ആ പ്രവൃത്തിയിലൂടെ അവർ തുടരുകയാണെങ്കിൽ അവർ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് അള്ളാഹു ഖദറാക്കിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ മറ്റൊരു ഖദറുണ്ട്. എന്താണത്? തൗബയും സൽക്കർമ്മവും ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെട്ട് അവർ സ്വർഗത്തിലേക്ക് പോകും. അത് മറ്റൊരു ഖദറാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഖദറാണ്. ഇന്ന് അമല് ചെയ്താൽ അവന് നരകമുണ്ട്, അതൊരു ഖദറാണ്. എന്നാൽ ഇന്ന കാര്യം അതിനുശേഷം ചെയ്താൽ പാപം പൊറുക്കപ്പെടും, അത് മറ്റൊരു ഖദറാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഖദറിലേക്ക് അയാൾ എന്ത് ചെയ്യണം? ആ ഖദറിനെ തിരഞ്ഞെടുക്കുകയാണ്. ആദ്യം തിരഞ്ഞെടുത്ത ഖദറിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമതൊരു ഖദറിനെ തിരഞ്ഞെടുക്കുന്നു റമളാനിൽ. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും നരകത്തിൽ നിന്ന് മോചനമാണ്. ചില ആളുകൾ ചോദിക്കും, നരകത്തിൽ നിന്ന് എങ്ങനെയാണ് മോചിപ്പിക്കപ്പെടുക? നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അതിൻ്റെ ഉദ്ദേശം അതാണ്. നരകം നിശ്ചയിക്കപ്പെട്ട ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കാക്കുമെന്നാണ്. അൽഹംദുലില്ലാ, അത് വളരെ വലിയ ഒരു കാര്യമാണ്. എല്ലാ രാത്രിയിലും അത് സംഭവിക്കുന്നുണ്ട് എന്നാണ്. എല്ലാ രാത്രിയിലും ധാരാളം ആളുകൾ മോചിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ മോചിപ്പിക്കപ്പെടുന്നവരിൽ എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി റമളാനിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12-ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഖദ് ജാഅക്കും റമളാനു ശഹ്റുൻ മുബാറകുൻ. ഇതാ റമളാൻ വന്നിരിക്കുന്നു, ഇത് അനുഗ്രഹീതമായ ഒരു മാസമാകുന്നു എന്നാണ്. അവിടെ ഷഹ്റുൻ മുബാറക്, ബറക്കത്തുള്ള മാസം എന്ന് പറഞ്ഞത് ആ ബറക്കത്ത് ഇന്ന കാര്യങ്ങളിലാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തെല്ലാം ബറക്കാത്തുകളുണ്ടോ, ആകാശങ്ങളുടെ ഭൂമിയുടെ ബറക്കത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. പട്ടണ നിവാസികളായ ആളുകൾ ഈമാനും തഖ്വയുമുള്ളവരാണെങ്കിൽ ആകാശഭൂമികളുടെ കവാടങ്ങൾ, ബറക്കത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ്. അപ്പോൾ അവിടെ രണ്ട് കണ്ടീഷനാണ് ബറക്കത്തിൻ്റെ വാതിൽ തുറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ആമനു, രണ്ടാമത്തത് വത്തഖൗ, ഈമാനും തഖ്വയും. ഇത് രണ്ടും റമളാനിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈമാനൻ വഹ്തിസാബൻ, അവിടെ ഈമാൻ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തത് കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. അപ്പോൾ ഈമാനിലും തഖ്വയിലുമൊക്കെ ഒരു തജ്ദീദ് സംഭവിക്കുന്ന മാസമാണ് റമളാൻ. അങ്ങനെ ആയാൽ എന്താണ് ഉണ്ടാവുക? ബറക്കത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾ റമളാനിൽ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ വിഷയത്തിലും ഒരു പ്രത്യേക ബറക്കത്ത് ഈ ഭൂമിയിൽ നിന്നും ഉപരിലോകത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉപരിലോകത്ത് നിന്നുള്ള ബറക്കത്ത് എന്നതുകൊണ്ട് പല മഅനകളുണ്ട്. അതിലൊന്ന് റിസ്ഖിൽ വിശാലത അള്ളാഹു വിധിക്കലാണ്. രണ്ടാമത്തത് ഈമാനും ഇഖ്ലാസിനുമുള്ള തൗഫീഖും സൽക്കർമ്മങ്ങൾക്കുള്ള പ്രേരണയും അള്ളാഹുവിൽ നിന്ന് വമ്പിച്ച രൂപത്തിൽ ലഭിക്കലാണ്. ദുനിയാവിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമെല്ലാമുള്ള ബറക്കത്താകുന്നു. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. 13-ാമത്തത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി റമളാനിലാണ് എന്നാണ്. അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു. ലൈലത്തുൽ ഖദർ ഒരാൾക്ക് തടയപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം മറ്റെല്ലാ ഖൈറുകളും അയാൾക്ക് തടയപ്പെട്ടു എന്നാണ്. നോക്കൂ, ലൈലത്തുൽ ഖദർ ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, എല്ലാ ഖൈറും തടയപ്പെടുമെന്നാണ്. വലാ യുഹറമു ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ. അങ്ങേയറ്റം ദൗർഭാഗ്യവാനല്ലാതെ ലൈലത്തുൽ ഖദർ ലഭിക്കാതെ പോവുകയില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ലൈലത്തുൽ ഖദർ എന്ന അതിമഹത്തായ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി റമളാൻ മാസത്തിലാണ്. 14-ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ദഅവത്തുൻ മുസ്തജാബ. റമളാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അൽഹംദുലില്ലാ, ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. അവർക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. അത് നമ്മളുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്താണ് എന്ന് ആദ്യം ചെയ്യുക,
സെലക്ട് ചെയ്യുക. അങ്ങനെ 30ഓളം ആവശ്യങ്ങൾ, അല്ലെങ്കിൽ പകലും രാത്രിയുമായി 60ഓളം ആവശ്യങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓരോ പകലും ഓരോ രാത്രിയിലും പ്രത്യേകം ദുആ ചെയ്യുക. കാരണം ഫീ കുല്ലി യൗമിൻ വലൈല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാവുമുണ്ട്, എല്ലാ പകലുമുണ്ട്. ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന ദുആണ് എന്ന് പറഞ്ഞാൽ ദുആ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് അതിന് മുൻഗണന കൊടുത്തിട്ട് ഈ റമളാൻ മാസത്തിൽ പ്രത്യേകം അത് ദുആ ചെയ്ത് അള്ളാഹുവിനോട് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. 15-ാമത്തത്, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും മുഹമ്മദുർ റസൂലുള്ള അംഗീകരിക്കുകയും 5 വക്ത് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും വസുംതു റമളാന വഖുംതുഹു, റമളാനിൽ നോമ്പ് നോൽക്കുകയും രാത്രി തറാവീഹ് നമസ്കരിക്കുകയും ചെയ്താൽ ഫമിമ്മൻ അന, ഞാൻ ആരുടെ കൂടെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനസ്സുദ്ദീഖീന വശുഹദാ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെയായിരിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ദറജയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് സിദ്ദീഖീങ്ങൾ എന്ന് ചോദിച്ചാൽ ലളിതമായ ഒരൊറ്റ ഉത്തരം. ആരാണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായിരുന്നോ അങ്ങനെയുള്ള ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നവരാണ് സിദ്ദീഖീങ്ങൾ. അവരുടെ കൂടെ സ്വർഗത്തിൽ ആവാനുള്ള ഭാഗ്യമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നവർക്ക്. അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് റമളാനിലെ നോമ്പും രാത്രി നമസ്കാരവുമാണ്. അതാണ് വസുംതു റമളാന വഖുംതുഹു എന്ന് പറഞ്ഞത്. റമളാനിൽ നോമ്പ് നോറ്റു, റമളാനിൽ രാത്രിയും നമസ്കരിച്ചാൽ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെയാണ്. മറ്റൊന്ന് 16-ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇത് പ്രത്യേകമാണ്. മൻ ഖാമ ലൈലത്തൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അല്ല, എല്ലാ രാവുകളിലും പ്രതീക്ഷിക്കാമെന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അങ്ങനെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന റമളാനിലെ അവസാനത്തെ 10 പ്രത്യേകമായി, അതിൽ തന്നെ ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ താല്പര്യത്തോടു കൂടി ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ രാത്രിയെ സജീവമാക്കിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലെ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക. 17-ാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായില്ല, പ്രത്യേകിച്ചും നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായില്ല. നോക്കൂ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു, അൽ ഉംറതു ഫീ റമളാൻ തഅദിലു ഹജ്ജതൻ, റമളാനിലെ ഒരു ഉംറ ഒരു ഹജ്ജിന് സമമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകം ഖാസ് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒട്ടനവധി ഇബാദത്തുകൾക്ക് ഹജ്ജിൻ്റെ കൂലിയുണ്ട്, ഉംറയുടെ കൂലിയുണ്ട്. അതേപോലെ പറഞ്ഞതാണോ ഇത്? അല്ല, ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉംറ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഹറമിൽ പോയിട്ട് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ആ ഹറമിൽ പോയിട്ടുള്ള ആ ഉംറക്ക് മറ്റു സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കുന്ന ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളുടെ അതിനോട് സമമായി ഇത് നിൽക്കുന്നതാണ്. മറ്റൊരു റിവായത്തിലുള്ളത് കഹജ്ജത്തിൻ മഈ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉംറക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റമളാനിലേക്ക് കൂടി അത് നീട്ടിവെച്ച് റമളാനിലും ഒരു ഉംറ ചെയ്യാൻ സാധിച്ചാൽ അത് ഹജ്ജിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇബാദത്തുകളിൽ വളരെയധികം ശ്രേഷ്ഠമാർന്നതാണ് ഇഅ്തികാഫ്, പള്ളിയിൽ ഭജനമിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു ദുനിയാവിൻ്റെ ശുഗലുകളിൽ നിന്നെല്ലാം മാറി അള്ളാഹുവിനുള്ള ഇബാദത്തും ഖുർആനിൻ്റെ പാരായണവും ദിക്ർ ദുആകളും ദീനിനെക്കുറിച്ചുള്ള ചിന്തയും പഠിക്കലും പഠിപ്പിക്കലും എല്ലാമായിക്കൊണ്ട് പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ അർത്ഥത്തിലുള്ള ഇഅ്തികാഫ് റമളാനിലേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ഇഅ്തികാഫ് ഇരുന്നതായിട്ടേ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കൂ. എന്നാൽ ഒരു വർഷം ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന് ശേഷം ഇഅ്തികാഫിരുന്നു. അതൊരു ഖളാവ് വീട്ടുന്നത് പോലെയായിരുന്നു. പൊതുവെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാങ്കേതിക അർത്ഥത്തിലുള്ള ആ ഇഅ്തികാഫ്, എല്ലാ അർത്ഥത്തിലും ദുനിയാവിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടുള്ള ആ ഒരു 10 ദിവസത്തെ ഇഅ്തികാഫ് റമളാനിലാണ് നിർവഹിച്ചത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ ആദ്യത്തെ 10 നിർവഹിച്ചു. പിന്നീടുള്ള വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ 10 ഇഅ്തികാഫിരുന്നു.
എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ആദ്യത്തെ 10-ലുമല്ല, രണ്ടാമത്തെ 10-ലുമല്ല, മൂന്നാമത്തെ 10-ലാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവസാനത്തെ 10-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കാഫിരുന്നത്. നബിയുടെ വഫാത്തിനോടടുത്ത സന്ദർഭത്തിൽ 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിക്കാഫിരിക്കുകയുണ്ടായി. അപ്പോൾ എത്തിക്കാഫ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ചില സ്വഹാബ വനിതകളും പോലും പള്ളിയിൽ എത്തിക്കാഫിരുന്നിരുന്നു. അപ്പോൾ ഈ ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത്, വമ്പിച്ച പ്രതിഫലമുള്ള ഒരു ഇബാദത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലാണ് നിശ്ചയിച്ചത്. എന്നാൽ റമളാനിന് അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു രാത്രിയിൽ പള്ളിയിൽ എത്തിക്കാഫിരിക്കുക, അല്ലെങ്കിൽ ഒരു പകൽ, അല്ലെങ്കിൽ സുദീർഘമായൊരു സമയം, അങ്ങനെ എത്തിക്കാഫിരിക്കൽ സുന്നത്തല്ലേ? സുന്നത്താണ്. പക്ഷേ അതല്ലാത്ത നിലക്കുള്ള ശരിക്കുള്ള എത്തിക്കാഫ് എന്ന് പറയുന്ന ആ സാങ്കേതിക അർത്ഥത്തിലുള്ള എത്തിക്കാഫ് അത് റമളാനിലാണ് എന്ന് കാണാൻ സാധിക്കും. 19-ാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളുമൊക്കെ റമളാൻ മാസത്തെ ഷഹ്റുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അത് ഖുർആനിൽ വന്ന ഒരു കാര്യം കൂടിയാണ്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ ധാരാളം ഖത്മുകൾ തീർക്കുക, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. ഓരോ ഹർഫിനും 10 കൂലിയാണ്. റമളാനിൽ അതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. എത്രയും ഖത്ം തീർക്കാൻ സാധിക്കുന്നു അത്രയും നല്ലതാണ്. ചിലർ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് കാണാം. അത് ശരിയല്ല. മറിച്ച് ഖുർആൻ അർത്ഥസഹിതമാണ് ഓതേണ്ടത്, അർത്ഥസഹിതം മനസ്സിലാക്കേണ്ടതാണ്. അത് ശരി തന്നെ. പക്ഷേ റമളാനിൽ അർത്ഥസഹിതം മനസ്സിലാക്കാൻ ഒരു സമയം കണ്ടെത്തുന്നതോടൊപ്പം ഖുർആൻ ധാരാളമായി സാധിക്കുന്നത്ര ഓതി തീർക്കാനും ഖത്മുകൾ തീർക്കാനും ശ്രദ്ധിക്കണം. സ്വഹാബികളും താബീയങ്ങളും തബോ താബീയങ്ങളുമൊക്കെ പരിശുദ്ധ റമളാനിൽ ധാരാളമായിട്ട് ഖുർആൻ ഖത്ം തീർത്തിരുന്നു. ഒരു ദിവസം 1 എന്നുള്ള നിലക്ക് വരെ ചെയ്തവരുണ്ട്, ഒരു ദിവസം 2 ഖത്ം തീർത്തവരുണ്ട്. അങ്ങനെ ധാരാളമായി ഖത്ം തീർക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഖുർആനിൻ്റെ മാസമാണ്. 20-ാമത്തത്, സ്വഹീഹായ ഹദീസിൽ കാണാം, വകാന യൽഖാഹു ജിബ്രീലു അലൈഹി സ്വലാത്തു വസ്സലാം ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാന ഫയുദാരിസുൽ ഖുർആൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ റമളാനിലും രാത്രിയിൽ നബിയുടെ അടുക്കൽ വരികയും എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. യുദാരിസുഹുൽ ഖുർആൻ എന്നാണ്. അപ്പോൾ ഖുർആൻ ഓതും. അവിടെ ദാറസ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചിങ്ങോട്ട് ഓതി കൊടുക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് ശ്രദ്ധിക്കും. ഇങ്ങനെയായിരുന്നു. അവസാന റമളാനിൽ 2 തവണ ആദ്യം മുതൽ അവസാനം വരെ ഓതിക്കൊടുത്തു എന്നാണ്. ആ ഓത്തിന് 2 സ്വഹാബികൾ സാക്ഷികളായിരുന്നു. ഒന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി അത് ഒത്തുനോക്കുകയാണ്. അവസാനത്തെ റമളാനിൽ എന്ന് പറയുമ്പോൾ ഏകദേശം പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളും അവതരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ആ ഒരു ഓർഡർ, ആ ഒരു ഖിറാഅത്തിൻ്റെ രീതി, ആ തജ്വീദിൻ്റെ നിയമങ്ങൾ തുടങ്ങി എല്ലാം അതിൽ പെടുന്നുണ്ട്. അവരത് എല്ലാം ശ്രദ്ധിച്ച് കേട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു പഠനം അതിനുകൂടി റമളാൻ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ ഖത്മുൽ ഖുർആൻ അവിടെയുണ്ട്. അതിന് പുറമെ നമുക്ക് നേരത്തെ ഹിഫ്ളാക്കിയ അധ്യായങ്ങളൊക്കെ ഒന്നുകൂടി പൊടി തട്ടിയെടുത്ത് ഒന്നുകൂടി പാരായണം ചെയ്ത് ഹിഫ്ളൊക്കെ ഒന്ന് ശക്തമാക്കുക, മറ്റൊരാൾക്ക് ഓതി കൊടുക്കുക, അദ്ദേഹം ഹിഫ്ളാക്കിയത് തിരിച്ചിങ്ങോട്ട് ഓതുക, ഖുർആനിലെ ചില വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുക്കുക, ആ വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടത്തുക. ഇങ്ങനെ ഖുർആനിൻ്റെതായ ഒരു മാസമായി റമളാനിനെ കാണുക. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ കണ്ടിരുന്നു. ഈ 20ഓളം കാര്യങ്ങൾ, 20ഓളം ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ റമളാൻ മാസമാണ് വരാൻ പോകുന്നത്. അതിനെ ആ നിലക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.